നമ്മൾ സംസാരിച്ച് വന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ പറ്റിയായിരുന്നു അല്ലേ. ആൻഡ് യു ഹാവ് സീൻ ദി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് SN1 മെക്കാനിസം, SN2 മെക്കാനിസവും SN1 CB മെക്കാനിസം ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. Now we will pass over to the other type of complex, that is a square planar complex. The substitution reactions in square planar complexes. നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കുന്ന രണ്ട് ടൈപ്പാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും മറ്റേത് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ്. Square planar complexes. Whenever we speak of square planar complexes, immediately what come into our mind is a D8 complex, because it is a well-defined square planar complexes are formed by D8 metal ions like nickel 2, palladium 2, platinum 2, etc. Because in D8 complex we can see that D, there are 8 electrons. And every possibility of a S, D, S, P2 hybridization. And when stable complexes are formed, because these are completely filled, and we can see that the ligand electrons are filled in these orbitals, and DsP2 hybridization results in square planar geometry. നമുക്ക് നേരത്തെ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറ്റി ആലോചിക്കുമ്പോൾ first thing that will come into our mind is that we have two types of mechanism, that is a associative mechanism and a dissociative mechanism. Yes, we have seen in the case of a cis coordinate or octahedral complexes, and we have seen that in the case of octahedral complexes the most probable mechanism is the dissociative one. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇൻ എ 6 coordinate complex or an octahedral complex we have 4 ligands like this, and one above and one below. These are the positions of the ligand in a octahedral complex അല്ലേ. x axis ഉണ്ട്, y axis ഉണ്ട്, z axis ഉണ്ട്. അന്നേരം നമ്മൾ പറഞ്ഞിരുന്നു ഈ 6 coordinate complex 7 coordinate complex ആയിട്ട് അസോസിയേറ്റീവ് റിയാക്ഷനും 6 coordinate complex 5 coordinate ആയിട്ട് ഡിസോസിയേറ്റീവ് റിയാക്ഷനും സാധ്യതയുണ്ട്. പക്ഷേ കൂടുതലും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് റിയാക്ട് ചെയ്യുന്നത് ത്രൂ ദി ഡിസോസിയേറ്റീവ് മെക്കാനിസം ആണ്. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, we can see that when we look into the different complexes, we can see that 5 coordinate complexes are very much, they are not rare, but 7 coordinate complexes are rare. 5 coordinate complex ആണുള്ള സാധ്യത 6 ൽ 5 ആവാനാണ് സാധ്യത കൂടുതൽ, 6 ൽ 7 ആവാനല്ല. ഒരു കാരണം എന്താണ് പറഞ്ഞത്, അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ്. അതായത് 6-7 ലിഗൻഡ്സ് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സ്റ്റെറിക് ഇഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണുന്ന കോംപ്ലക്സ് കൂടുതലും 7 coordinate ആണ് കൂടുതൽ കാണുന്നത്, 5 coordinate ആണ്. അപ്പോൾ 6 5 ആയി, 5 കൊണ്ട് 6 എന്ന മെക്കാനിസം ഡിസോസിയേറ്റീവ് മെക്കാനിസം ആണ്. ആരുടെ കേസിൽ, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസിൽ കൂടുതലും കോമൺ ആയിട്ട് കാണുന്നത്. ഇതേ വാദത്തിൽ നമ്മൾ അവിടെ സ്ക്വയർ പ്ലാനാറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ക്വയർ പ്ലാനാറിൽ 4 ലിഗൻഡ്സ് ഉള്ളൂ. 1, 2, 3, 4. And they are in a plane, so that there is nothing to prevent the formation of a 5 coordinate complex, that is like this. ഒരു സ്ക്വയർ പിരമിഡ് ജോമെട്രിയിലുള്ള 5 coordinate കോംപ്ലക്സ് ഫോം ചെയ്യാൻ ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന് വളരെ എളുപ്പമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നേരെ മറിച്ച് 3 coordinate ഡിസോസിയേറ്റീവ് ആകാൻ എന്താ വേണ്ടത്, 4 ൽ നിന്ന് 3 ആയിട്ട് 3 കൊണ്ട് 4 ആണോ അല്ലേ. ഡിസോസിയേറ്റീവ് മീൻസ് the first ligand in the leaving group leaves, leaving behind a complex or intermediate with a lower coordination number, and then that intermediate react with the entering group to form the product. 4 3 ആയി, 3 കൊണ്ട് 4 ആണ്. ഈ 3 coordinate കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി വളരെ കുറവ്. 3 coordinate കോംപ്ലക്സ് അത്രത്തോളം കോമൺ അല്ല. നേരെ മറിച്ച് 5 coordinate കോംപ്ലക്സ് വളരെ കോമൺ ആണ്. അപ്പോൾ ഈ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും രണ്ട് സ്ഥലത്തും 5 coordinate ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് മനസ്സിലുണ്ടോ? അപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസിൽ 5 coordinate ഇന്റർമീഡിയറ്റ് ഉണ്ടാവണമെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യണോ. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന്റെ കേസിൽ 5 coordinate കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ അത് അസോസിയേറ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും the more probable mechanism for a square planar complex is not a dissociative mechanism but an associative mechanism, that is the 4 coordinate complex combining with the entering group
forming a 5-coordinated complex which undergoes a further as dissociation to form the product with a coordination number 4 again, or a square planar complex is formed as the product. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? അതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് മാത്രം ഒരുപാട് വാദഗതിക്ക് എൻ്റെ പേരിൽ നമുക്ക് പറയാൻ പറ്റും. ഒരെണ്ണം you can see that if you consider പറയുന്ന കാര്യം ഫോളോ ചെയ്യുന്നുണ്ടാവുമല്ലോ. If you consider the reaction of a നമ്മുടെ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന്റെ റിയാക്ഷൻ പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ സ്റ്റഡി ചെയ്തൊരു കോംപ്ലക്സ് ആണ് പ്ലാറ്റിനം കോംപ്ലക്സ്. ദേ ഫോംസ് വെരി സ്റ്റേബിൾ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ്. പ്ലാറ്റിനത്തിന്റെ 4-coordinated കോംപ്ലക്സ് ഒക്കെ മിക്കവാറും സ്ക്വയർ പ്ലാനർ ആണ്, കുറച്ചുകൂടി ഇനർട്ട് ആണ്. സോ ദാറ്റ് യെസ് ദേ റിയാക്ട് സ്ലോലി so that the reaction rates can be studied easily. ഇത് ഇനർട്ട് കോംപ്ലക്സ് ആണ്, അത് സ്ലോ ആയി റിയാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ റിയാക്ഷൻ റേറ്റ് സ്റ്റഡി ചെയ്യാൻ എളുപ്പമാണ്. വെൽ ഡിഫൈൻഡ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോംഡ് പ്ലാറ്റിനം പലേഡിയം നിക്കൽ പലേഡിയം ആൻഡ് പ്ലാറ്റിനം. പ്ലാറ്റിനം വളരെ സ്റ്റേബിൾ ആണ്, പ്ലാറ്റിനത്തിന്റെ കോംപ്ലക്സ് ഇനർട്ട് ആണ്, അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായി സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിനെ പറ്റി പറയുമ്പോൾ ഒക്കെ എടുക്കുന്ന എക്സാമ്പിൾസ് PtCl4 അല്ലെങ്കിൽ പ്ലാറ്റിനത്തിന്റെ മറ്റ് കോംപ്ലക്സ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സോ ആയിരിക്കും. അങ്ങനെ വരുന്നതാണ്. If PtCl4, if you consider the successive replacement of the chloride ion from PtCl4, PtCl3H2O 1 minus plus Cl minus. That is the first. Secondly, this PtCl3H2O എഴുതാൻ ഒരുപാട് സമയം മെനക്കെടും, എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല. മൈനസ് പ്ലസ് another water molecule. The second water molecule comes and S replaces the second chloride forming PtCl2H2O twice with no charge Cl minus. ശ്രദ്ധിക്കുക, 2 മൈനസ് 1 മൈനസ് ആയി, ചാർജ് ലെസ് ആയി. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? മൂന്നാം സ്റ്റെപ്പിൽ PtCl2H2O twice plus H2O. Third water molecule replaces the third chloride forming PtCl2H2O thrice with S 1 plus positive charge I. And the final step, the fourth step, PtCl2H2O thrice plus water. The fourth water molecule replaces the last chloride forming the tetra aqua complex PtH2O 4 times with 2 positive charges. These are the successive steps in the substitution of chloride ions by water molecules in tetrafluoroplatinate 2 ion. And if the successive rate constants K1, K2, K3, K4 is the constant, we can see that rate constant is not equilibrium constant, rate constant. As in reaction the rate almost the same one, does not vary much. That is if K1, K2, K3 and see we are writing small letter k because capital letter K represent equilibrium constant. This is the rate constant. These rate constants are found to be almost the same. Therefore, we can say that they do not vary much. അതായത് ഈ 4 ക്ലോറൈഡിൽ ഒരു വാട്ടർ ഒരു ക്ലോറൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് അതേ റേറ്റിൽ തന്നെയാണ് ഈ കോംപ്ലക്സിൽ നിന്നും വാട്ടർ റിയാക്ട് ചെയ്യുന്നത്. ഏകദേശം റേറ്റിൽ ഇതും ചെയ്യുന്നത്, ഏകദേശം അതേ റേറ്റിലാണ് ഇതും ചെയ്യുന്നത്. അതിൽ എന്ത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ ഒക്ടാഡർ കോംപ്ലക്സിന്റെ കേസ് പഠിച്ച നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമുക്ക് സൂചിപ്പിക്കുകയാണ്, ഇതിന് നമ്മുടെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഒരു നെഗറ്റീവ്, 2 നെഗറ്റീവ്, 1 നെഗറ്റീവ്, 0 and 1 പോസിറ്റീവ്. The greater the negative charge on the S remaining ion, if you consider a dissociative mechanism for this reaction,
we can see that as each step involves the each stage involves the first step of removal of one chloride. ഒരു chloride ആകുമ്പോൾ പോയി ഈ ഡിസോസിയേറ്റീവ് ആകുമ്പോൾ എന്താണ്ടാവുക, അത് PtCl ഫോർ ബ്രേക്ക് ചെയ്യും, PtCl3 CL ആയിട്ട്, PtCl3 മൈനസും CL ആയിട്ട്, Cl മൈനസും ആയിട്ട്. പിന്നെ അടുത്തതിൽ ഇത് ബ്രേക്ക് എങ്ങനെയാണ്, PtCl2H2O വിത്തൗട്ട് നോ ചാർജ് ക്ലോറൈഡ് ആയിട്ട്, അടുത്തതിൽ വിത്ത് 1 പോസിറ്റീവ് ചാർജ്, അടുത്തതിൽ വിത്ത് 2 പോസിറ്റീവ് ചാർജ്. And we can see that the greater is the positive charge or the lower is the negative charge on the complex, the less easily will it dissociate. ഇത് ഡിസോസിയേറ്റ് വളരെ എളുപ്പമായിരിക്കും. കാരണം എന്താണ്, ഇത് ഡിസോസിയേറ്റിന് ഉണ്ടാകുന്ന രണ്ട് ഫ്രാക്ഷൻസ് ആരൊക്കെയാണ് ശ്രദ്ധിക്കുക. ഈ PtCl for 2 months ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ PtCl3 മൈനസും Cl മൈനസും ആയിട്ടാണ്. You can see it's very easy because both are negative charges. That is, the chloride can very easily escape from the remaining PtCl3. പറയുന്നത് മനസ്സിലാകുക. അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഡിസോസിയേറ്റ് എന്തെങ്കിലോ ഇതെങ്കിലും ഡിസോസിയേറ്റ് ചെയ്യാം. അത് ഡിസോസിയേറ്റ് PtCl2H2O Cl മൈനസ് ആയിട്ടാണ്. ഇതിന് ചാർജ് ഇല്ല, ഇതിന് നെഗറ്റീവ് ചാർജ്. ഇത് പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇതിന് പോകാൻ പറ്റും. ഇത് പോകുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും പോകാൻ. കാരണം എന്താണ്, ഇവിടെ രണ്ട് നെഗറ്റീവ്, ഇവിടെ എന്താണ് നെഗറ്റീവ് ചാർജ് ഇല്ല, ഒരു ചാർജ് ലെസ്സിൽ നിന്നാണ് ക്ലോറൈഡ് പോകുന്നത്. അടുത്ത സ്റ്റെപ്പിലോ ഇത് ഡിസോസിയേറ്റ് എങ്ങനെയാണ്, PtCl2 ഇല്ല, Cl2 ഇല്ല, Cl പോകുമ്പോൾ ClH2O ട്വൈസും Cl മൈനസും ആണ്, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരുന്നു. അപ്പൊ ഈ ക്ലോറൈഡ് റിമൂവല് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം റിമൈനിങ് സ്പീഷീസ് ഈസ് എ പോസിറ്റീവ് ചാർജ്. ആൻഡ് ദി ലാസ്റ്റ് വൺ വി ക്യാൻ സീ ദാറ്റ് ദി ലാസ്റ്റ് ക്ലോറൈഡ് ക്യാൻ എസ്കേപ്പ് ഫ്രം PtH2O thrice 2+ ആൻഡ് ക്ലോറൈഡ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോഴേ ഇതിന്റെ ഓരോ സ്റ്റെപ്പ് താഴോട്ട് വരുന്നതനുസരിച്ച് ക്ലോറൈഡിന്റെ റിമൂവല് കൂടുതൽ ബുദ്ധിമുട്ടായി വരണം. ഇഫ് ദ മെക്കാനിസം ഈസ് ഡിസോസിയേറ്റീവ്. If the mechanism is dissociative, as this rate should vary much. ഏറ്റവും എളുപ്പത്തിൽ നടക്കും, ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഏറ്റവും എളുപ്പത്തിൽ നടക്കും, ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും, ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും, ഇത് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും. K1, K2, K3, K4, etc. should vary in that order. K1 is the greatest and K4 should be the lowest, and there should be large variation in the reaction rates for each step if the mechanism is dissociative. നമ്മൾ നേരത്തെ കണ്ടിട്ട് ഒക്ടേണൽ കോംപ്ലക്സിന്റെ കേസിൽ ഇത്തരം കോംപ്ലക്സ് എളുപ്പത്തിൽ റിയാക്ട് ചെയ്യുന്നത് അതിനുള്ള ചാർജ് പോകുന്ന സ്പീഷീസും ബാക്കിയുള്ള സ്പീഷീസ് തമ്മിലെ ചാർജിലെ വ്യത്യാസം അത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ തന്നെ ഉണ്ടാകുന്ന ബാക്കിയുള്ള പോസിറ്റീവ് വളരെ കൂടുതലാണെങ്കിലോ നെഗറ്റീവ് ചാർജിന്റെ റിമൂവല് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പതുക്കെ റിയാക്ട് ചെയ്യും. ഇതിനർത്ഥം പോകുന്നത് ക്ലോറൈഡും ബാക്കിയുള്ളത് വേറെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്ലോറൈഡ് പോയത്. അവിടെ പോകുന്ന ക്ലോറൈഡാണ് ബാക്കിയുള്ള നെഗറ്റീവ് അയണാണ് എളുപ്പത്തിൽ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ മൊത്തത്തില് ഈ റിയാക്ഷൻസ് ഒക്കെ ഡിസോസിയേറ്റീവ് ആയിരുന്നുവെങ്കിൽ K1, K2, K3, K4 ഒരുപോലെ ആവില്ല. ഒരുപോലെ തന്നെ ഒരുപോലെയല്ലേ പറഞ്ഞു, വേരിയേഷൻ വളരെ കുറവാന്ന് പറഞ്ഞു. പക്ഷെ K1, K2, K3, K4 വേരിയേഷൻ വളരെ കുറവാന്ന് അർത്ഥം എന്താണ്, ഇത് ഡിസോസിയേറ്റീവ് അല്ല എന്നുള്ളതാണ്. കാരണം if it is dissociative, yes, there should be large variation from K1 and K2, similarly K2 and K3 and K3 and K4. The K4 last stage should be very, very slow because of the difficulty in removing PtH2O thrice 2+ and 1 chloride ആയോ. രണ്ട് പോസിറ്റീവ് ചാർജുള്ള ഇതിൽ ക്ലോറൈഡ് അവിടുത്തെ ക്ലോറൈഡ് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും ഇത് വളരെ സ്ലോ ആവണം. പക്ഷെ അത് സ്ലോ ആവുന്നില്ല. ഏകദേശം എല്ലാ സ്റ്റെപ്പും ഒരേ റേറ്റിലാണ് റിയാക്ട് ചെയ്യുന്നത്. ക്ലിയർലി ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ മെക്കാനിസം ഈസ് എ അസോസിയേറ്റീവ് ആൻഡ് നോട്ട് ഡിസോസിയേറ്റീവ്. മനസ്സിലായി നിങ്ങൾക്ക്? ഡിസോസിയേറ്റീവ് ആയിരുന്നെങ്കിൽ ഇവിടെ വേരിയേഷൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. നമ്മളൊരു കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സ്പീഷീസ് പോകുന്നത് ഇവിടെ ക്ലോറൈഡാണ് പോകുന്ന ക്ലോറൈഡ് നെഗറ്റീവ് ചാർജാണ്. ബാക്കിയുള്ള സ്പീഷീസിന്റെ മുകളിൽ നെഗറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ അത് എളുപ്പത്തിൽ പോകും. നേരത്തെ പോകുന്ന ക്ലോറൈഡ് ആയോൺ ബാക്കിയുള്ള സ്പീഷീസിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ ഇതിന്റെ റിമൂവൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അപ്പൊ അതെന്താവും, ആ റിയാക്ഷൻ സ്ലോ ആവും. ഇവിടെ പ്ലാറ്റിനത്തിന്റെ കേസ് കാണുന്നതാണ്. Almost the 4 stages are almost the same. Or you can say that removal of the anion from a platinum complex, platinum complex, does not the rate of substitution does not vary much with the charge on this. ഈ ചാർജിന് ഇന്നുമുള്ള ചാർജുമായിട്ട് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് കാര്യമായ ബന്ധമൊന്നും കാണുന്നില്ല.
അതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണ്. കാര്യബന്ധം ഉണ്ടായിരുന്നു നമുക്ക് എന്ത് പറയായിരുന്നു? കാര്യബന്ധം ഉണ്ടാകുക മാത്രമല്ല ഇങ്ങനെ K1 K2 K3 4 കുറഞ്ഞ് വരികയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ദാറ്റ്സ് ഇൻഡിക്കേഷൻ ഓഫ് ഡിസോസിയേറ്റീവ് മെക്കാനിസം. അതില്ല എന്നുള്ളത് ദാറ്റ്സ് ഇൻഡിക്കേഷൻ ഓഫ് an associative mechanism operating in this. ഈ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് എന്താണ്? അസോസിയേറ്റീവ് മെക്കാനിസം ആണ്. 4 കോർഡിനേറ്റ് കോംപ്ലക്സ് 5 കോർഡിനേറ്റ് ആയി മാറി. അതിനുശേഷം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ML3 അല്ലെങ്കിൽ ML4 പ്ലസ് L ഡാഷ് അതെന്താവും? ML4 ഡിസോസിയേറ്റ് ഇൻടു ML3 പ്ലസ് L. ഇങ്ങനെയല്ല, അങ്ങനെയാണ് ഇത്. എന്റെ അടുത്തത് എന്താണ്? ML3 പ്ലസ് L ഡാഷ് ഗിവിംഗ് ML3L ഡാഷ്. ഇതല്ല നടക്കുന്നത്, ഈ മെക്കാനിസം അല്ല. എന്താ നടക്കുന്നത്? ML4 plus L dash first forms ML4L dash and ML4L dash dissociate into ML3L dash plus L. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതാണ് ശരി, ഇത് തെറ്റാണ്. In the case of square planar complexes, the reaction will be something like this. That is it is a associative mechanism, not a dissociative mechanism. അല്ലേ? വളരെ ക്ലിയർ ആയ തെളിവാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു പോയിന്റ് എന്താ? തെളിവല്ല, നേരത്തെ പറഞ്ഞത് ഒരു വാദഗതിയാണ്. എന്താണ്? 4 കോർഡിനേറ്റിൽ 5 കോർഡിനേറ്റ് ആവുന്ന വളരെ എളുപ്പമാണ്. 6 കോർഡിനേറ്റിലും 5 കോർഡിനേറ്റ് ആവുന്നു. 6 കോർഡിനേറ്റ് കേസിൽ ഡിസോസിയേറ്റീവ് 5 കോർഡിനേറ്റ് ആവുന്നു. 4 കോർഡിനേറ്റ് കേസിൽ അസോസിയേറ്റീവ് 5 കോർഡിനേറ്റ് ആവുന്നു. 5 കോർഡിനേറ്റ് കോംപ്ലക്സ് വളരെ കോമൺ ആയി കാണുന്നുണ്ട്. 5 കോർഡിനേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നുള്ളത് അതൊരു വാദഗതിയാണ്. ഇതെന്താണ്? ഇത് ക്ലിയർ ആയ എവിഡൻസ് ആണ്. ഇനിയുണ്ട് വേറൊരു വാദഗതി, അതും എവിഡൻസ് അല്ല. നേരത്തെ പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ഈസ് sp3d2. അവിടെ ലാസ്റ്റ് ഡി, ഒരു ഡി അവിടെ വെറുതെ കിടക്കുന്നുണ്ട് അല്ലേ? sp3d2 അത് മനസ്സിലായല്ലോ. ദിസ് ഡി യെസ് യു കൻ സീ ദാറ്റ്. അല്ലെങ്കിൽ sp3d2 അല്ല, സോറി, dsp2 ആരൊക്കെ dsp2 hybridization is there in square planar complex. In square planar hybridization in dsp2, that means yes, the last p orbital remains vacant, isn't it? നമ്മളിപ്പോ കുറച്ചുകൂടെ വരച്ചു കഴിഞ്ഞു. ഡിയിലുള്ള 8 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. 8 ഇലക്ട്രോൺ 4 ഓർബിറ്റിൽ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 4 6 8. പിന്നെ വരുന്ന ലിഗാൻഡ്സ് വരുന്ന ഇലക്ട്രോൺസ് ഒരു ഡിയിലും ഒരു എസിലും 2 പിയിലും dsp2. You can see that there is a vacant p orbital, and this p orbital can very easily accommodate a pair of electrons from the incoming ligand, that is the ligand which is associated with this square planar complex. Square planar complex കൂടി അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഈ ലിഗാൻഡ് വരുന്ന ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഈ ഓർബിറ്റൽ വളരെ ലോ എനർജി p orbital which can very easily accommodate the ligand that is notated by the entering group. Entering group കൂടെ എൻ്റർ ചെയ്തതിനു ശേഷമാണ് ലീവിംഗ് ഗ്രൂപ്പ്. എൻ്റർ ചെയ്യുമ്പോൾ എന്ത് വേണം? അത് കൊടുക്കുന്ന ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ പറ്റുമോ? അതുകൂടെ ഉണ്ട് കൃത്യമായിട്ട്. മനസ്സിലായില്ലേ? And so that it is converted into dsp3, that is we can see that is a 5 coordinate complex with a മനസ്സിലായില്ലേ? സ്ക്വയർ പിരമിഡൽ ജോമെട്രി dsp3 ഒന്ന് 2 5. അത് ശരിയാണ്. കാരണം അവിടെ പി ഓർബിറ്റലുണ്ട്. ആ പി ഓർബിറ്റലിന് വളരെ സുഖമായിട്ട് വരുന്ന അഞ്ചാമത്തെ ലിഗാൻഡിന്റെ. So when a 4 coordinate square planar complex undergoes substitution reaction through a associative mechanism, it should first bind with the entering group, that is entering ligand, receiving its lone pair also in one of the orbitals of the metal. A certain orbital is there on the metal ion, that is the remaining p orbital. അപ്പോൾ അതും നമുക്ക് 5 കോർഡിനേറ്റ് കോംപ്ലക്സ് ഇന്റർപ്ലേറ്റ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് അവിടെ ഓർബിറ്റൽ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇനിയും പറയാം. ഇപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. കമ്പയർ നിക്കൽ, പലേഡിയം ആൻഡ് പ്ലാറ്റിനം എല്ലാം 2 ആണ്, എല്ലാം D8 ആണ്. You can see that nickel can very easily expand its coordination number from 4 to 5. ഇതിന്റെ സാധ്യത ഈ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പത്തിൽ 4ൽ നിന്ന് 5 കോർഡിനേഷനിലേക്ക് പോകാൻ സാധ്യത നിക്കലിനാണ്. ആ കഴിവ് പലേഡിയത്തിന് കുറവാണ്, പ്ലാറ്റിനത്തിന് അതിനേക്കാളും കുറവാണ്. പറഞ്ഞിട്ട് മനസ്സിലാണ്ടോ? The capacity of the
3 ലിഗൻസ്. 3 ഏതായാലും ശരി, ഈ കൂട്ടത്തില് ഏറ്റവും എളുപ്പത്തില് 4 കോർഡിനേറ്റ് 5 കോർഡിനേറ്റിലേക്ക് കോർഡിനേഷൻ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ് നിക്കൽ 2-നാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തൽക്കാലം പോകുന്നില്ല. പിന്നെ അത് പലയിടത്തിന് കുറവാണ്, പ്രയത്നത്തിന് ഏറ്റവും കുറവാണ്. And if you study the substitution reactions in these complex, similar complexes, ഈ നിക്കലിന് പലയിടത്തും പ്ലാറ്റിന് ഒരേപോലത്തെ 3 കോംപ്ലക്സ് എടുത്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് സ്റ്റഡി ചെയ്താൽ we can see that this react the fastest, this react the slowest. അപ്പോൾ മനസ്സിലായോ? പോയിന്റ് എന്താണ്? ആദ്യം പറഞ്ഞ ഫാക്ട് എന്താണ്? നിക്കൽ ടു പലയിടം ടു ആണ് പ്ലാറ്റിനം. If you compare their ability to expand a coordination number from 4 to 5, nickel has maximum ability, or nickel can very easily expand its coordination number by changing from 4 to 5. 4 coordination number ചാടിക്കാൻ ഏറ്റവും എളുപ്പം നിക്കലിനാണ്, ഏറ്റവും ബുദ്ധിമുട്ട് പ്ലാറ്റിനത്തിനാണ്. അതേ റേറ്റ് തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരേപോലത്തെ if you consider similar complexes formed in nickel to palladium platinum 2, and if you consider substitution of one of the ligands in all these three, you can see that this reacts the fastest, this reacts the slowest. അതെന്താ കാണിക്കുന്നത്? അത് കാണിക്കുന്നത് 4 5 പോയിട്ടായിരിക്കണം അത് നടക്കുന്നത്. കാരണം എന്താണ്? അതേ ഓർഡറിലാണ് അതിന്റെ റേറ്റും വാരി ചെയ്യുന്നത്. ഏത് ഓർഡറിലാണോ ഇതിന് കഴിവ്, ഏത് കഴിവ്? കോർഡിനേഷൻ നമ്പർ 4 5 എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുള്ളത് അതേ ഓർഡറിലാണ് അതിന്റെ റിയാക്ഷൻ റേറ്റും വരുന്നത്. അതും കാണിക്കുന്നത് എന്താണ്? മെക്കാനിസം ഈസ് അസോസിയേറ്റീവ് ഇൻ ദി കേസ് ഓഫ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. പറഞ്ഞാല് ഒക്ടാഡൽ കോംപ്ലക്സിന്റെ സാധ്യത ഏതിലാണ്? ഡിസോസിയേറ്റീവ് മെക്കാനിസം ആണെങ്കിൽ ഇതിന്റെ സാധ്യത എന്തിനാണ്? അസോസിയേറ്റീവ് മെക്കാനിസം ആണ്. സാധ്യതയും തെളിവുകളും ഒക്കെ ഒരേ ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് undergo substitution reactions through the associative mechanism. That is, the 4 coordinate square planar complex first combines with the entering ligand to form a 5 coordinate. അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്ന ഒരു പ്ലെയിനാർ മോളിക്കൂളാണ്. ഈ താഴെ ഇഷ്ടം വരെ സ്ഥലമുണ്ട്, ലിഗൻഡിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ യാതൊരു പ്രയാസമില്ല. ഒക്ടാഡലാണെങ്കിലോ 4 ഉണ്ട്, മേലെയുണ്ട്, താഴെയുണ്ട്. 7ാമത്തെ ലിഗൻഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അത് അസോസിയേറ്റ് ചെയ്യാതെ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആകുമ്പോൾ ഇറ്റ്സ് എ പ്ലാനാർ സ്ട്രക്ചർ above and below the plane there is a lot of space so that it can accommodate one more ligand. മനസ്സിലാണോ പറയുന്നത്? അതുകൊണ്ടും എന്തുകൊണ്ടും സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന്റെ സാധ്യത എവിടത്തേക്കാണ്? that undergoes substitution reactions by the associative mechanism. അത് മനസ്സിലായോ? അപ്പോൾ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന്റെ മെക്കാനിസം എന്താണ്? ആദ്യം ഓർമ്മിക്കുക, that is mainly associative and not dissociative. ഒക്ടാഡൽ കോംപ്ലക്സ് ആണെങ്കിൽ ഡിസോസിയേറ്റീവ് ആണ്, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണെങ്കിൽ ഇത് അസോസിയേറ്റീവ് മെക്കാനിസം കൂടെ റിയാക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് ലൈക്ക് ദിസ് ML3X will first combine with Y forming ML3XY. That is a slow rate determinant step. Then ML3XY react at a fast rate forming ML3Y plus X. ഇതാണ് അതിന്റെ മെക്കാനിസം. That is a associative mechanism. 4 coordinate complex changes into a 5 coordinate complex. Remember, a 5 coordinate complex can have 2 different geometries. One is the square pyramidal, other one is the trigonal bipyramidal. ഇതിൽ ഏതാണ് ഫോം ചെയ്യപ്പെടുന്നത്? ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിക്കും. കുറച്ച് നമുക്ക് കാണും, മനസ്സിലായില്ലേ? എന്നാലും ഏറ്റവും എളുപ്പത്തിൽ ഫോം ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 6 കോർഡിനേറ്റിന് 5 കോർഡിനേറ്റ് ആകുമ്പോൾ കൂടുതലും സാധ്യത ആർക്കാണ്? സ്ക്വയർ പിരമിഡ് ആണ്. കാരണം ഒരെണ്ണം മുറിഞ്ഞു പോകുമ്പോൾ ബാക്കിയുണ്ടാകും സ്ക്വയർ പിരമിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ പിരമിഡ് അങ്ങനെ ഉണ്ടാവുകയാണ്. ഒന്ന് മുറിഞ്ഞു വയ്ക്കുന്ന സ്ക്വയർ പിരമിഡ് ആണ്. നേരെ മറിച്ച് അത് ട്രൈഗണൽ ബൈ പിരമിഡ് ആവണമെങ്കിൽ 2 ലിഗൻസ് എങ്കിലും മിനിമം മൂവ് ചെയ്യണം, അല്ലേ? ട്രൈഗണൽ ബൈ പിരമിഡിൽ നമ്മൾ നേരത്തെ സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിൽ എന്താണ്? 6 കോർഡിനേറ്റ് കോംപ്ലക്സ് നമ്മൾ പറയുന്നത് 6 ഉള്ളത് ഒരെണ്ണം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്തായി? ഇപ്പൊ സ്ക്വയർ പിരമിഡ് ആയി. 4 പ്ലെയിൻ ഒന്ന് മേലെ. ഇത് എന്താവണം? ട്രൈഗണൽ ബൈ പിരമിഡ് ആവണം. ഒരു ലിഗൻഡ് നിർത്തിക്കൊണ്ട് ബാക്കി 2 ലിഗൻസ് 3 ലിഗൻസ് മൂവ് ചെയ്യണം. ഒരെണ്ണം മേലെ തന്നെ ഉണ്ട്, ഒരെണ്ണം താഴേക്ക് വരണം, അല്ലേ? പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി. ഒരു ആക്സിസിൽ 3 ലിഗൻസ്, ഒരു ആക്സിസിൽ 2 ലിഗൻഡ്, മറ്റേ ആക്സിസിൽ 2 ലിഗൻഡ്, ഇത് 2 ലിഗൻഡ്. ഒരു ആക്സിസിലെ ലിഗൻസ് അത് ബ്രേക്ക് ചെയ്തിട്ട് സ്ക്വയർ പിരമിഡ് ആവണം. ട്രൈഗണൽ ബൈ പിരമിഡ്, സ്ക്വയർ പിരമിഡ് ആണ് എളുപ്പമാണ്, ബ്രേക്ക് ചെയ്താൽ മതി. ഈ ട്രൈഗണൽ ബൈ പിരമിഡ് ആണ് നിർത്തിക്കൊണ്ട് ഒരെണ്ണം നിർത്തി ബാക്കി 2 മൂവ് ചെയ്യണം.
ligands remove that requires energy, that means as is a slow process. അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലും സ്ക്വയർ പിരമിഡ് ഇന്റർമീഡിയറ്റ് ആണ്. ഏതിന്റെ കേസിൽ? ഒക്ടാഡറുടെ കേസിൽ അൺലസ് എന്താന്ന് പറഞ്ഞു, അൺലസ് there is some other factor which stabilize the trigonal bipyramid intermediate. അതേ വാദഗതി ഇവിടെയും റെഡിയാണ്. ഈ 4 കോർഡിനേറ്റ് കോംപ്ലക്സ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഒരു ലിഗാൻഡ് അക്കോമഡേറ്റ് സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് സ്ക്വയർ പിരമിഡ്. മൂവ്മെന്റ് ഒന്നും ഒരു ലിഗാൻഡ് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് മൂവ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മാറണം. അതായത് ട്രൈഗണൽ ബൈപിരമിഡ് ആവണമെങ്കിൽ എനർജി ആവശ്യമുണ്ട്. ആ എനർജിനെ ഓവർകം ചെയ്യുന്ന എനർജി വേറെ വല്ല ഫാക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ, അതാണ് നേരത്തെ പറഞ്ഞ പോലെ unless there are other factors which stabilize the trigonal bipyramid, we can see that the probabilities for a square pyramid intermediate. But we can also see that there are many cases in which this changes over into that because of some other factors that you will see later. ഒന്നാമത് ഇന്റർമീഡിയറ്റ് y കോർഡിനേറ്റ് ആണ്. അത് നമ്മുടെ ഒക്ടാഡൽ കോംപ്ലക്സിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സാധ്യത ഇതിനാണ്, സ്ക്വയർ പിരമിഡിനാണ്. പക്ഷേ ഇതിന്റെ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ചില ഫാക്ടേഴ്സ് ഇതിലേക്ക് മാറ്റും. ഇത് രണ്ടും y കോർഡിനേറ്റ് ആണ്. ദിസ് ഈസ് ട്രൈഗണൽ ബൈപിരമിഡ്, ദിസ് ഈസ് സ്ക്വയർ പിരമിഡ്. ഈ സ്ക്വയർ പിരമിഡ് കോംപ്ലക്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ദാറ്റ് ഈസ് നമ്മുടെ സിലബസിലും പറഞ്ഞത് ദാറ്റ് ഈസ് ദി വാട്ട് ഈസ് കോൾഡ് ദി ട്രാൻസ് ഇഫക്റ്റ്. അതാണ് പ്രധാനമായിട്ട് പരീക്ഷ ചോദിക്കുന്ന പ്രധാന പോയിന്റ്. അതാണ് ട്രാൻസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ഉണ്ട്. അത് വളരെ സിമ്പിൾ ആണ് ആലോചിച്ചാൽ. ഇഫ് യു കൺസിഡർ ദി സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് നമുക്ക് രണ്ട് വിധത്തിൽ വരക്കാം. ഇങ്ങനെ വരക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരക്കാം. രണ്ടാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വരച്ചാലും രണ്ട് വിധത്തിൽ വരച്ചാൽ ചില പറയാൻ കാരണം ചില ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഞാൻ വരച്ച പോലെ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ വിധത്തിലും കാണും. രണ്ടാലും യാതൊരു വ്യത്യാസമില്ല. ടേക്ക് ദി കേസ് ഓഫ് ദി PT. Now I am trying to take tetraamine platinum 2 and substitute the ammonium molecules with a chloride ions. ആദ്യം ഒരു അമോണിയ പോയി ഒരു ക്ലോറൈഡ് വന്നു അല്ലേ. അടുത്ത സ്റ്റേജിൽ നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇമാജിൻ PT, അതായത് പ്ലസ് Cl മൈനസ് NH3 മനസ്സിലാണ്ട്. ഒരു അമോണിയ പോയി പകരം ഒരു ക്ലോറൈഡ് വന്നാൽ ഇവിടെ അമോണിയ, ഇവിടെയും അമോണിയ, ഇവിടെയും അമോണിയ, ഇവിടെ എന്തായി ക്ലോറൈഡ്. And the next stage again, if another chloride comes and substitute one of the remaining ammonia molecules, you can see that the product is PT, Cl, NH3, NH. This product is formed. ഞാൻ ഇതിന് വേറെ റിയാക്ഷൻ സ്റ്റഡി ചെയ്യാം. I am first taking PtCl4. അതിൽ തന്നെ 4 ക്ലോറൈഡ് ഉള്ള കോംപ്ലക്സ് എടുക്കുന്നു. ചാർജ് നമ്മൾ കാണിക്കാത്ത സൗകര്യം ചാർജിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. Now I substitute one of the chlorides with ammonia. You can see that is a plus ammonia minus chloride. ഇവിടെ ഇരുന്നില്ല, അതാ സൗകര്യം. ഓക്കെ, ഇവിടെയൊക്കെ ക്ലോറൈഡ്. ഇതിന്റെ സ്ഥാനത്തിനൊന്നും വളരെ സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം എന്താണ്, എവിടെ വരച്ചാൽ അമോണിയ എവിടെ വരച്ചാൽ വലിയ പ്രോഡക്റ്റ് ആണ്. And if the second chloride is substituted with the ammonia, you get this product. ഇവിടെ സാധനം മനസ്സിലാക്കുന്നത് ഇത് രണ്ട് സ്ഥലത്ത്, അതായത് നമ്മൾ PtCl4 നിന്ന് 2 ക്ലോറൈഡിനെ മാറ്റി 2 അമോണിയനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതാണ്. ഇതിനോട് നമ്മൾ വ്യത്യാസമുള്ളത്, ദിസ് ഈസ് ദ സിസ് ഐസോമർ, ദാറ്റ് ഈസ് ദ ട്രാൻസ് ഐസോമർ. അതാണ് അതിന്റെ വ്യത്യാസം.
പറയുന്ന point മനസ്സിലായോ? If you start with PtCl4 and substitute one by one the two chloride ligands with ammonia, we get the cis diamine dichloroplatinum 2. And if you start with the tetraamine complex and substitute two ammonia molecules with the chlorides, we get the trans diamine dichloroplatinum 2. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് നമ്മൾ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ രണ്ട് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ, അതായത് ആദ്യം 4 അമോണിയ ഉള്ള ഒരു കോംപ്ലക്സ് എടുത്ത് അതിൽ 2 അമോണിയ മാറ്റി ക്ലോറൈഡ് കൊണ്ടുവരുമ്പോൾ